ഇടുക്കിയിലുള്ളത്. ഇടുക്കിയിൽ തേക്കടി പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള ബാംബു ഗ്രൂ എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് ഞങ്ങൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. നിറയെ കോട്ടേജുകളാണ്, ചുറ്റും ബാംബൂസാണ്, ചെറിയ ചെറിയ ബേഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലൊരു ഫോറസ്റ്റ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ. 2400 രൂപയേ ഉള്ളൂ 2 പേർക്ക്, വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ഡിന്നർ വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൽ ഒരുപാട് ട്രെക്കിങ്, ഡേ ഔട്ട് പ്രോഗ്രാം, ബാംബു റാഫ്റ്റിംഗ്, ഫോറസ്റ്റ് സ്റ്റേകൾ, തേക്കടി ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അല്ലേ. ഞങ്ങൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ട്, ട്രെക്കിംഗ് ഒക്കെ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3ാമത്തെ തവണയാണ് പെരിയാർ ടൈഗർ റിസർവിൽ വരുന്നത്. അപ്പോൾ നാളെ ഞങ്ങൾ ഇവിടുത്തെ ഒരു പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റ് വഴി ഒരു ഡേ ഔട്ട് ട്രെക്കിംഗ് പ്രോഗ്രാം എടുത്തിരിക്കുകയാണ്. ബാംബു റാഫ്റ്റിംഗ് ഡേ ഔട്ട് പ്രോഗ്രാമാണ് കേട്ടോ. അതിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് ആണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഇതിൻ്റെ തൊട്ടരികിലായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളത്തെ പ്രോഗ്രാം നമ്മൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഫുൾ ട്രെക്കിംഗ് ആണ്. കാടിനകത്ത് കൂടെ നമ്മൾ അനിമൽസിനൊക്കെ കണ്ടുകൊണ്ട്, വളരെ അടുത്ത് വെച്ച് അനിമൽസിനെ കണ്ടുകൊണ്ട് ജീവിതം തന്നെ പണയം വെച്ചിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആണ്. അപ്പം ഈ ഒരു ചെറിയ എപ്പിസോഡ് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ കാണുന്ന കോട്ടേജിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ചിന്നാർ എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര്. 103 കോട്ടേജ് നമ്പർ. പുറത്ത് 2 ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ചൂരലിൻ്റെ. നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. പിന്നെ റൂമും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. 2 ബെഡ് സെപ്പറേറ്റ് ആണ് കേട്ടോ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബെഡുകളാണ്. വാഷ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ആണ്. TV, അതുപോലെ ടവൽ, സോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട് ഈ പാക്കേജിൽ. തൊട്ടടുത്ത് വേറൊരു കോട്ടേജും കൂടെ ഉണ്ട് കണ്ടോ. നല്ല രസമുണ്ട്. നമുക്ക് നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. ടൗണിലത്തെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് സൈലൻ്റായിട്ട് ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആ രീതിയിൽ കണ്ടാൽ മതി. പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കണ്ടോ. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തിപ്പോൾ മഴ തോർന്നിട്ടേ ഉള്ളൂ. ഞങ്ങളിവിടെ എത്തിയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. നമ്മളിങ്ങനെ എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി അങ്ങനെ പാല ടൗൺ ടച്ച് ചെയ്യാണ്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ തേക്കടിയിൽ എത്തിയിട്ടുള്ളത്. പെരിയാർ ടൈഗർ റിസർവ് .org എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ പാക്കേജിനെ കുറിച്ചിട്ടും ഇവിടുത്തെ സ്റ്റേയെ കുറിച്ചിട്ടും അതുപോലെ തേക്കടിയിലെ ബോട്ടിംഗ് ഒക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പാക്കേജുകളുണ്ട്. ഡേ ഔട്ട് പ്രോഗ്രാം ഉണ്ട്, ട്രെക്കിംഗ് ഉണ്ട്, ഫോറസ്റ്റ് സ്റ്റേ വേറെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇതെവിടെ ഒരു കോട്ടേജ് കണ്ടോ. ഇതിൻ്റെ ചുറ്റും കംപ്ലീറ്റ് ബാംബൂസാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ മരങ്ങളും ചെടികളും പൂക്കളും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ നടക്കാം കേട്ടോ. ഇതൊക്കെ കോട്ടേജുകളാണ്. ഇതൊക്കെ 2 ബെഡ്റൂമിൻ്റെ കോട്ടേജസ് ആണ് തോന്നുന്നു. 2 ഇൻ്റർ കണക്റ്റഡ് റൂമാണ് തോന്നുന്നു. അവിടെ ആളില്ല. പിന്നെ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഷീറ്റ് കൊണ്ട് മേഞ്ഞിട്ടുള്ള, തകിട് വെച്ച് ഷീറ്റ് പോലത്തെ അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. മഴ പെയ്യുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ മഴ തോർന്നപ്പോഴത്തേക്കും ഒരു ചേഞ്ചസ് വന്നു. പെരിയാറിൽ എന്തെങ്കിലും പ്രോഗ്രാം എടുത്തിട്ടുള്ളവർക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള സ്പോട്ടുകളിലേക്ക് ആക്സസ് ചെയ്യാനും അവരുടെ തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് ബഡ്ജറ്റീവായിട്ടുള്ളൊരു സ്റ്റേയും ഒരു ഫോറസ്റ്റ് ആംബിയൻസും എല്ലാം കിട്ടുന്ന കുഴപ്പമില്ല. അല്ലാണ്ട് ഒരു ആനിമൽ സൈറ്റിങ് അങ്ങനെ ഒന്നല്ല. ഫോറസ്റ്റിൽ റൂംസും ബെഡ്സും ഒക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുഴപ്പമില്ല. പിന്നെ ആ ഒരു ബഡ്ജറ്റിൽ ഒരു അങ്ങനെയുള്ള സ്റ്റേ എന്ന് വെച്ച് നോക്കുമ്പോഴും അത്ര വലിയ പ്രൈസും അല്ല. അതെ അതെ. പോരാത്തതിന് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണല്ലോ, അതും കഴിച്ചിറങ്ങാമല്ലോ. അപ്പം നോക്കുമ്പോൾ ഓക്കെയാ 2 പേർക്ക്. അല്ല അല്ല അല്ല, ഡീപ്പായിട്ടല്ല. കറക്റ്റ് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പാർക്കിംഗ് നിന്നാണ് ഷട്ടിൽ ബസ് ബോട്ടിങ്ങിൻ്റെ, പിന്നെ ഈ ബാംബു റാഫ്റ്റിംഗ്, ഇതുപോലുള്ള എല്ലാ പ്രോഗ്രാമിനും നിങ്ങൾക്ക് അവിടെയാണ് ലൊക്കേഷൻ. എന്നപ്പോൾ അതിനും നിങ്ങൾക്ക് പോകാൻ എളുപ്പത്തിനും എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഈ സ്റ്റേ
ഡേ പ്രോഗ്രാം എടുത്തവർക്ക് ഈ സ്റ്റേ ഓക്കെയാണ്, അല്ലാത്തവർക്ക് അതിൻ്റെതായ സ്റ്റേകൾ ഉണ്ടല്ലോ. അതെ, പിന്നെ ലോങ്ങിൽ നിന്ന് വരുന്ന ആളുകൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അതെ അതെ രാവിലെ ബോട്ടിംഗ് പോകാനും ഡേ ഔട്ട് പ്രോഗ്രാമിലേക്ക് പിന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ വാക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. നമ്മൾ മറ്റ് റൂംസ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇറങ്ങി നടക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റില്ല. അല്ല ഫ്രീ ആയിട്ട് സ്പേസ് ഉണ്ട് നമുക്ക് ഇറങ്ങി നടക്കാം. നല്ല ഭയങ്കര സംഭവം അടുത്താണെങ്കിലും ഇത് ടൗണിൻ്റെ അടുത്താൽ നമുക്ക് തോന്നൂല. ഫുള്ളി ഒരു മുളകളും പരിപാടികളും ഒക്കെ ആയിട്ട് നല്ല ഒരു ആംബിയൻസിലുള്ള കൊള്ളാം. ഫെൻസിങ് ഉണ്ട് ചുറ്റുപാടും. ഇവിടെ വലിയ അനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ചെറിയ ചെറിയ മാനുകളോ മയിലുകളോ അങ്ങനെ അതേപോലെ കാട്ടുപന്നിയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആന പുറകിൽ നിന്ന് അലറുന്നുണ്ട്. ഇനി പുറകിൽ എങ്ങാനും ആന വന്ന് നിൽക്കുന്നുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എനിവേ ഓക്കെ. അപ്പം നമ്മൾ നാളെ വീണ്ടും ആന അലറുന്ന സൗണ്ട് കേൾക്കാം. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടുന്ന് എവിടെന്നെങ്കിലൊക്കെ ഒരു എലിഫൻറ്റ്. അപ്പോൾ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ www.periyartigerreserve.org എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേകളെ കുറിച്ചിട്ടും പാക്കേജിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ഇട്ടോ. പലർക്കും ഉള്ള ഡൗട്ടാണ് ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് ഇവിടെ ട്രെക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഷട്ടിൽ ബസ് എന്നൊരു ഓപ്ഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇത്തവണ സ്കിപ്പ് ചെയ്തു ബുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഷട്ടിൽ ബസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. പുറത്ത് പാർക്ക് ചെയ്തിരുന്നാൽ ഇവരുടെ ഷട്ടിൽ ബസ് വഴിയാണ് നമ്മൾ ബോട്ടിംഗ് പോയിന്റിലോട്ടും ട്രെക്കിംഗ് പോയിന്റിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ നിങ്ങൾ ആ ഷട്ടിൽ ബസ് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പം നല്ല തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ക്യൂ നിന്നാലാണ് ആ ഷട്ടിൽ ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വെബ്സൈറ്റ് വഴി ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്പോട്ടിൽ തന്നെ ഷട്ടിൽ ബസ്സും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം പ്രൈവറ്റ് വണ്ടികളൊന്നും ആ ഒരു ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തോട്ടോ ട്രെക്കിംഗ് നടക്കുന്ന ഭാഗത്തോട്ടോ അലൗഡ് അല്ല. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവരുടെ ഷട്ടിൽ ബസ് വഴിയാണ് ട്രെക്കിംഗ് പോയിന്റിലേക്കും ബോട്ടിംഗ് പോയിന്റിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. കണ്ടില്ല, ഇതൊക്കെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ നടക്കുന്ന പ്രോഗ്രാംസ് ആട്ടോ. ബോർഡർ ഹൈക്കിംഗ്, ജംഗിൾ സ്കൗട്ട്, ഗ്രീൻ വാക്ക്, ബാംബു ഗ്രോ, പെരിയാർ ടൈഗർ ട്രയൽ, ജംഗിൾ ക്യാമ്പ്, ബാംബു റാഫ്റ്റിംഗ്, നാച്ചുറൽ വാക്ക്, പിന്നെ പെരിയാർ ബോട്ടിംഗ്. ഇതൊക്കെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രൈസും അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിലെ ബാംബു റാഫ്റ്റിംഗ് ഡേ ഔട്ട് ട്രെക്കിംഗ് പ്രോഗ്രാമാണ് നമ്മൾ നാളെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ ഇവിടുത്തെ ജംഗിൾ ക്യാമ്പിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഷട്ടിൽ ബസ്, ഇവിടെ തേക്കടി ബോട്ടിങ്ങിൻ്റെ അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ ഷട്ടിൽ ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഈ കൗണ്ടറിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓഫ്ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഷട്ടിൽ ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെ ഈ ബസ്സുകളിലായിട്ടാണ് നമ്മൾ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്കും പെരിയാർ ടൈഗർ റിസർവിൻ്റെ പ്രോഗ്രാം നടക്കുന്ന സൈറ്റിലേക്കും പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. പ്രൈവറ്റ് വെഹിക്കിൾ ഇവിടെ പാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ബസ്സിലാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. തൊട്ട് പുറയിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ബാംബു ഗ്രോ എന്ന് പറയുന്ന കോട്ടേജ് വരുന്നത് കേട്ടോ. ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ട് അവിടുന്ന് കളമശ്ശേരി EVM വീൽസിൻ്റെ കാർ റെൻ്റിൽ വാഗണറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാർ റെൻ്റിൽ എടുത്തിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് മൂന്നാർ, വാഗമൺ, പെരിയാറിലോട്ടൊക്കെ ട്രാവൽ ചെയ്യാറ്. ഞങ്ങളിതൊരു 6ാമത്തെ തവണയാണ് EVM വീൽസിൻ്റെ കാർ റെൻ്റിൽ ചൂസ് ചെയ്ത്. നല്ലൊരു ഓപ്ഷനാണ്. കൊച്ചിയിലൊക്കെ വരുമ്പോൾ നമ്മൾ ലോങ്ങിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്ന ആളുകൾക്ക് ഇതുപോലെ മൂന്നാറിലോട്ടോ വാഗമണിലോട്ടോ ഏത് സ്ഥലത്തേക്കും ട്രാവൽ ചെയ്യാനായിട്ട് കാർ റെൻ്റിൽ കിട്ടും. നല്ല സർവീസും ഒക്കെയാണ് ഇവരുടെ. EVM വീൽസിൻ്റെ കോൺടാക്റ്റ് നമ്പർ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നല്ലൊരു ഓപ്ഷനാണ് EVM വീൽസ് കാർ റെൻ്റിൽ നോക്കുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മൾ നൈറ്റിൽ ഇവിടുത്തെ ഒരു ട്രീ ഹട്ടാണിത്. നമുക്ക് രാത്രിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം. ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെ കോട്ടേജിൻ്റെ അവിടുന്ന് നേരെ മുന്നിലായിട്ടൊരു ട്രീ ഹട്ട് ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇവിടെ ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ന് ഗസ്റ്റ് കുറവായതുകൊണ്ട് ഫുഡിൻ്റെ മെനു കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുമളി ജംഗ്ഷനാണ്. അവിടെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകൾ,
ടീ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് കുമളി കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് വലിയൊരു എയിം ആയില്ല ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് അത്ര ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു വന്ന് നമ്മളിത് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടുത്തെ ട്രീ ഹട്ടും പിന്നെ പുറത്തൊക്കെ ചുമ്മാ ഒന്ന് രാത്രിയിലൊന്ന് ഇറങ്ങിയതാണ്. മഴയുണ്ട്, ഇവിടെ വന്ന തൊട്ടേ നല്ല മഴയാണ്. നാളെ ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ. നമ്മുടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്താവുമോ എന്നുള്ള ടെൻഷനും ഉണ്ട്. എന്തായാലും നമ്മൾ രാത്രിയിൽ ജസ്റ്റൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് അങ്ങനെ ഉറങ്ങാൻ പോകുക കേട്ടോ. ഇനി രാവിലെ നമുക്ക് കുറച്ച് നേരത്തെ എണീറ്റ് നേരെ നമുക്ക് പെരിയാർ ടൈഗർ റിസർവിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് മോർണിംഗിൽ ഒരു 8:30 ആകുമ്പോൾ അവിടെ എത്തണം. ഒരു 5 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അവിടെ ചെന്നിനാൽ നമുക്കതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് ടീ സ്നാക്സും ഒക്കെ കോംപ്ലിമെൻ്ററി ഉണ്ട് പാക്കേജിനകത്ത്. അങ്ങനെ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇത് നമ്മുടെ പാർക്കിംഗ് സ്പേസ്, വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ അവിടെ നമ്മളിത് ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തു. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഈ ബസ്സിൽ. ഇതൊരു 4 കിലോമീറ്റർ പെരിയാർ ബോട്ടിംഗ് നടക്കുന്ന ആ ഒരു സൈറ്റിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ഫോറസ്റ്റിനുള്ളിൽ കൂടെ. അവിടെ നിന്നാണ് നമ്മുടെ ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്യും, വൈകിട്ട് 6 മണി വരെയാണ് ടൈമിങ്. നല്ല മഴയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ മഴയും കൊണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ട്രെക്ക് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത് വരിക എന്നും പറയാൻ പറ്റില്ല. മഴ ആയതുകൊണ്ട് അനിമൽ സൈറ്റിങ് വളരെ കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ചങ്ങാടത്തിലാണ് നമ്മൾ ഫോറസ്റ്റിനകത്തോട്ട് പോകുന്നത് കേട്ടോ. നമ്മളെ കൂടെ ഗൈഡും ഗൺമാനും ഒക്കെ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള വേറെ ഒരാളോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.